അമ്മേ ബോളിവുഡിൽ നിന്ന് ഇപ്പൊ ഒരു കോള് വരികയാണ് അഭിനയിക്കാൻ. എന്ത് പറയും? ഹലോ. അളിയാ എന്നെ മറന്നു അല്ലേ? 3 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു. വാ അളിയാ, ഇത് ശാരി. അളിയനും മച്ചം വേഗം വീട്ടില്. കോൾ മീ സർ. മണിക്കൂർ 2 ഞാൻ കാത്തിരിക്കണം. തിരക്കാരനളിയാ എഴുതിയപ്പോ തന്നെ ഇങ്ങനെ അളിയെ ഫയലേ. അളിയനും മച്ചമ്മയ്ക്കാണ് വീട്ടില്. ഇത് ഹോം മിനിസ്റ്റർ ഓഫീസർ. കോൾ മീ സർ. എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അല്ല, ഞാൻ ചോദിക്കായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് തെണ്ടു അമ്മേ அது இந்த மദ്രാஸ்ல எந்த பில்டிங் வேணும்னு சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா? அதுக்கு ஏற்பாடு பண்ணுவோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാൻ? இல்லன்னா பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா? அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോൽക്കാനോ? തൂക്കുമരത്തിൽ ആളുകളെ പലവട്ടം തൂക്കിക്കൊല്ലാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിനും എനിക്ക് തല്ല് കിട്ടുമെന്ന് തോന്നണം. ആ ഒരു കയറ് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടി വേറൊരു കയറ് കെട്ടി വേറൊരാളെ കയറ്റി സമയം എടുക്കുമല്ലോ. അല്ല, ഒരാളെ ഒരു പ്രാവശ്യം തൂക്കാൻ പറ്റുള്ളൂ. ആ തൂക്കല് അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിന്റെ ഗുണമായി. നാലാൾ അറിഞ്ഞ വളർത്തു ദോഷം എന്നല്ലേ പറയുള്ളൂ. 4 ആൾ അറിഞ്ഞില്ലല്ലമ്മ, പിന്നെന്ത്? എടാ നീ എന്താ ഈ പറയുന്നത്? 4 ആൾ അറിഞ്ഞില്ലേ? നീ, ഞാൻ, ശിവേട്ടൻ, പിന്നെ അമ്മ, 4 ആളായില്ലേ? ഇതിന്റെ കാറാണിത്. ഇത് എന്റെ കാറാ. കഴിഞ്ഞ വട്ടം വന്നപ്പോ മറ്റേ സാറ് പറഞ്ഞ് 10 ലക്ഷം കൊണ്ട് തന്നിട്ട് മറ്റേ സാറൊക്കെ പോയി. ഇപ്പൊ ഞാനാണ് ഇതിന്റെ മുതലാളി. 20 ലക്ഷം ഉറുപ്പ തരാതെ ഇവിടുന്ന് അനക്കാൻ പറ്റൂല. ഓൺലി 20,000 റുപ്പീസ്. ഓൺലി 20,000 റുപ്പീസ്. അതൊക്കെ ഗോളാവണെങ്കിലേ അടിക്കണോടത്തോണ്ടായി പോസ്റ്റ് ആയിട്ട് വെക്കണേ. വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്, വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളമെത്ര, തൊലിയുടെ നിറമെന്താണ്, ഉയരമെന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് തെറ്റാണ്. ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കേണ്ടത്. ട്രോളന്മാർക്ക് കണ്ടുപിടിക്കുന്നു. കൊള്ളാലടതിന്റെ പിന്നിയൻ നല്ല ഡിസൈൻ. ഇത് പഴയത് 2 ഉണ്ടാവും തോളത്തിന്. എന്തിനാണ്? ഗ്യാപ്പിലിടാ. എന്റെ സെയിം മജന്ത കളറുണ്ട്. ഇത് കണ്ടാരാ? എന്താടാ? ഞാനെപ്പോഴാ ശ്രദ്ധിച്ചത്? എടാ പൊട്ട ബട്ടർ ഇട്ടിട്ടില്ല. അവിടെ നേരെ പോയതാ. അപ്പൊ വളമൊക്കെ അപ്പം വന്നോളൂ. ചേട്ടോ, ഈ സ്റ്റീരിങ് ചേട്ടൻ അമ്മയ്ക്ക് ഊഞ്ഞാളം വച്ചേക്കടത്തൊന്നല്ല, അത് പിടിച്ച് തിരിച്ചാ മതി. എന്താണ് ജാലിയൻവാലാ ബാഗ്? അത് അറിയില്ല സാർ. ബക്കർ പറയൂ. സാർ, ഗാന്ധിജിയുടെ സമരാഹ്വാനത്തിൽ ആവേശം കൊണ്ട് ഏതാനും സ്വാതന്ത്ര്യ സമര സേനാനികൾ ജാലിയൻവാലാ ബാഗ് എന്ന സ്ഥലത്ത് ഒത്തുകൂടി. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം തുരിതുരാ വെടിവെച്ചു. അങ്ങനെ കലിപ്പായി, കബൂർ സീനായി. ഇതാണ് ജാലിയൻവാലാ ബാഗ്. ഓവിയ ഉദ്ഘാടനത്തിന് ആരാ വരുന്നത്? ലയണൽ മെസ്സി. ഈ സണ്ണി ലിയോന്റെ ആരാ? മെസ്സി ഫുട്ബോൾ താരം. അപ്പൊ ഇവിടെ ആൾക്കാർ കോപ്പ് കൊച്ചി കണ്ടില്ലേ? മൂപ്പിലാത്തി വന്നപ്പോ മനുഷ്യ കടലായി. ചേട്ടൻ പോയായിരുന്നോ? പോയില്ല. പോവാഞ്ഞത് നന്നായി. ഉടുപ്പൊക്കെ ഇട്ടോണ്ടാ വന്നത്. പിന്നെന്തിനു പോണം? സ്വന്തം തൊഴിലിനോട് അവക്കൊരു ആത്മാർത്ഥതയില്ല. അവിടെ ആരൊക്കെയാ ഉള്ളേ? ആപ്പച്ചിയുണ്ട്, ജെബിയുണ്ട്, കുഞ്ഞപ്പനുണ്ട്, ഉമ്മച്ചുമ്മുണ്ട്, കായുണ്ട്, ചാക്കളുണ്ട്,
ദുബായിൽ തന്നെ ടൂർ പോകണമെന്ന് നിർബന്ധമാണോ? ഇവിടെ ഊട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. ഇതെന്താ ബലിതർക്കുള്ള വാർത്തയോ? എനിക്ക് ഉറക്കം തന്നെ വന്നിരുന്ന് ഉറങ്ങാൻ നോക്കിയേ. അച്ഛനവർക്ക് വരുന്നെങ്കിൽ അച്ഛൻ കിടന്നാ പോലെ ഞങ്ങൾ എന്തിനാ കിടക്കുന്നേ?